ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം. പാഷനേറ്റ് ഹാർട്ട്സ് എന്ന ഷെക്കിന ടിവിയിലൂടെ ഈശോയുടെ തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് നടത്തുന്ന ഈ ശുശ്രൂഷയുടെ ഈ സായാഹ്ന കൺവെൻഷനിലേക്ക്, ഈ ടെലിവിഷൻ ശുശ്രൂഷയിലേക്ക്, മാധ്യമ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ തിരുഹൃദയം എല്ലാ ഭവനങ്ങളിലും വലിയ സ്നേഹത്തിൻ്റെ അഗ്നിയായി ജ്വലിക്കട്ടെ. എല്ലാ സ്ഥാപനങ്ങളിലും സഭയുടെ എല്ലാ കൂട്ടായ്മകളിലും ഈശോയുടെ തിരുഹൃദയം ജ്വലിക്കട്ടെ. നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് നമ്മുടെ ഭവനങ്ങളെ ഈ രാത്രിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവക ദേവാലയങ്ങളെ, സന്യാസ ഭവനങ്ങളെ, സഭയുടെ വിവിധ ശുശ്രൂഷാ തലങ്ങളെ, ഭരണതലങ്ങളെ, അധികാര കേന്ദ്രങ്ങളെ, തിരുസഭയുടെ ശുശ്രൂഷകളെ, തിരുസഭയെ തന്നെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും നമ്മുടെ എല്ലാ സഭാധികാരികളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ഈശോയുടെ മാതിരിയുള്ള തിരുഹൃദയം എല്ലാവരാലും അറിയപ്പെടാനും ആരാധിക്കപ്പെടുവാനും പുകഴ്ത്തപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. നാളെ ഈശോയുടെ തിരുഹൃദയ തിരുനാള് സഭയിൽ ആചരിക്കുകയാണ്. ഈ രാത്രിയിൽ നമുക്ക് ഭവനങ്ങളിലായിരിക്കുന്നവർ, സന്യാസ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ആയിരിക്കുന്നവർ, വിവിധ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ, യാത്രകളിലായിരിക്കുന്നവർ, ജോലി സ്ഥലത്തായിരിക്കുന്നവരെല്ലാം ഈ സമയം നമ്മുടെ ഹൃദയം ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കാം. മുറിവേറ്റ, നമുക്ക് വേണ്ടി കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്ന് തന്റെ കരുണ ഒഴുകിയ തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ വലിയ ശക്തമായ അഭിഷേകം ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത കർത്താവ് അവന്റെ തിരുഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ വലിയ അഭിഷേകം അനേകം രോഗികളെ ഈ സമയം സുഖപ്പെടട്ടെ. അനേകം മനസ്സ് തകർന്നവരെ അവിടുന്ന് ബലം കൊടുത്തട്ടെ. ആശ്വാസം നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വലിയ ആശ്വാസം നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും അവന്റെ തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി ആരാധിക്കാം. ഭവനങ്ങളിലുള്ള തിരുഹൃദയ രൂപത്തിലേക്ക്, ഈശോ കുടുംബങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തിരുഹൃദയ രൂപങ്ങളിലേക്ക് നോക്കി ആരാധിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമയം സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ കുടുംബങ്ങളിൽ ഇരിക്കുന്നവർ, സന്യാസ ഭവനങ്ങളിലായിരിക്കുന്നവർ ഈ സമയം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശാന്തരങ്ങളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ സാന്നിധ്യം നിറയട്ടെ. ഭാരത സഭയിലേക്ക്, കേരള സഭയിലേക്ക്, കത്തോലിക്കാ സഭയിലേക്ക്, കർത്താവേ, ഭാരതത്തിന്റെ പുതിയ ഭരണാധികാരികളിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമ്പോൾ ഭാരതത്തിന് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിയവർ പ്രകാശിതരായി തീരട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ കുടുംബങ്ങളിൽ ഈ സമയം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിൽ രോഗികളായിരിക്കുന്നവർ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മനസ്സ് തകർന്നിരിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ആത്മീയ ജീവിതത്തിൽ മന്ദത ബാധിച്ചിരിക്കുന്ന ആത്മാക്കളെ തീഷ്ണതയാൽ ജ്വലിപ്പിക്കട്ടെ. ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് അനേകം വ്യക്തികൾ ഇപ്പോൾ ബലം പെടട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയത്തിന്റെ യോഗ്യതയാൽ നവീകരിക്കപ്പെടട്ടെ. കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിവസം എല്ലാ കുടുംബങ്ങളിലും തീഷ്ണത നിറയുവാൻ, എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനമുണ്ടാകുവാൻ, ആത്മാവിന്റെ പ്രവേശനത്തിലൂടെ കുടുംബങ്ങളിൽ തിരുഹൃദയത്തിന്റെ ഭക്തി വർദ്ധിക്കുവാൻ, കുടുംബങ്ങൾ, സഭകൾ, സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ എല്ലാം സമർപ്പിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം.
കരങ്ങളടിച്ച് വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ നിന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ഉള്ളത്തിൽ നിന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ദാഹിക്കും ദേഹിയിൽ കുളിരണിയണമേ, പാപിക്കു മോചനം നൽകണമേ, ദാഹിക്കും ദേഹിയിൽ കുളിരണിയണമേ, പാപിക്കു മോചനം നൽകണമേ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, 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 ഒറ്റ വിളിയാത്മാവേ, ഭവനങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം ആയിരിക്കുന്നവർ ആരാധിച്ച് ഒരു വലിയ തിരുഹൃദയ തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പാടി ആരാധിക്കാം ഈ രാത്രിയിൽ. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ നിന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ഉള്ളത്തിൽ നിന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ദാഹിക്കും ദേഹിയിൽ കുളിരണിയണമേ, പാപിക്ക് മോചനം നൽകണമേ, ദാഹിക്കും ദേഹിയിൽ കുളിരണിയണമേ, പാപിക്ക് മോചനം നൽകണമേ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവി, ഒറ്റ വിളിയേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം, ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വലിയ സംരക്ഷണമായിരിക്കണമേ, വലിയ സംരക്ഷണമായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേലും മരിച്ച വിശ്വാസികളുടെ മേലും മരണാസന്നരായിരിക്കുന്നവരുടെ മേലും കൃപയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലാവരാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും പുകഴ്ത്തപ്പെടാനും ഇടയാകട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തിരുഹൃദയ തിരുനാളിൻ്റെ തലേ രാത്രി
ഈശോ ഗത്സമൻ തോട്ടത്തിൽ വലിയ ഹൃദയഭാരം അനുഭവിച്ച ഈ ഗത്സമൻ രാത്രിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി അവർ ഒരിക്കലും നിരാശരാകാതിരിക്കാൻ, അവരൊരിക്കലും നശിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ പെസഹ രാത്രി, വ്യാഴാഴ്ച രാത്രിയിൽ ഗത്സമനിൽ ഇരുന്ന് അവിടുന്ന് പാടുപീടയിട്ട് തൻ്റെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച രാത്രി, കർത്താവേ, അവിടുത്തെ പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ഈ തലേ രാത്രി ഞങ്ങളിതാ തിരുസഭയെയും പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പ 1899 മെയ് മാസം 25-ാം തീയതി ആഞ്ഞും സാക്രും എന്ന തിരുവെഴുത്തിലൂടെ ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിച്ചു. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ മുഴുവൻ, കുടുംബങ്ങളെ മുഴുവൻ രക്ഷപ്പെടാനായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണമെന്നും തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയ കർത്താവെ, ഞങ്ങളിതായി രാത്രിയിൽ ലോകം മുഴുവനെയും അങ്ങയുടെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ 7 ഭൂഖണ്ഡങ്ങളിലും വസിക്കുന്നവരെ, എല്ലാ ഭൂഖണ്ഡങ്ങളെയും പ്രകൃതിയെയും ജന്തു ജീവജാലങ്ങളെയും അങ്ങ് ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച, തൻ്റെ തന്നെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുച്ചോര തുള്ളിയാൽ ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദൈവജനത്തിന് അനുഗ്രഹമായി സംരക്ഷണമായി പൊട്ടിപ്പുറപ്പെട്ട ആ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ ഈ സമയം ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഈശോയെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. വലിയ തിരുരക്തത്തിന്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും ഈ സമയം ഒഴുകട്ടെ. കർത്താവേ, തിരുജലത്തിന്റെ ശക്തിയാൽ നീതീകരിക്കപ്പെടട്ടെ. കർത്താവേ, വിശുദ്ധ വസ്ത്രം ധരിക്കുവാൻ അവിടുന്ന് കൃപ ഒഴുകട്ടെ. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആത്മാവിനെ അവിടുന്ന് അഭിഷേകം ചെയ്യട്ടെ. കർത്താവേ, ഗർഭസ്ഥ ശിശുക്കൾ മുതൽ പ്രായമായിരിക്കുന്നവർ വരെ, മരണാസന്നരായിരിക്കുന്ന രോഗികളുടെ മേൽ, മരിച്ച വിശ്വാസികളുടെ മേൽ തിരുരക്തത്തിന്റെ, തിരുജലത്തിന്റെ, കർത്താവേ, അവിടുത്തെ കരുണയിൽ നിന്ന് പുറപ്പെട്ട ആ തിരുരക്തത്താൽ, തിരുജലത്താൽ ഈ സമയം വിശുദ്ധീകരിക്കപ്പെടട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ, തിരുഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ തിരുരക്തം, തിരുജലം ഞങ്ങളെ ഓരോരുത്തരും ഈ സമയം കഴുകട്ടെ. ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ കരങ്ങൾ കൂപ്പി തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ തിരി നാളം പോലെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിരുന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച. നാളെ ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പ 1899 മെയ് മാസം 25-ാം തീയതി ഒരു തിരുവെഴുത്ത് സഭയ്ക്ക് നൽകി. ആഞ്ഞും സാക്രും എന്ന ആ തിരുവെഴുത്തിലൂടെ പരിശുദ്ധ പിതാവ് പറഞ്ഞു, ലോകത്തെ മുഴുവൻ ഞാനിതാ ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. 1673 ഡിസംബർ മാസത്തിൽ 27-ാം തീയതിയാണ് ഫ്രാൻസിലെ പാർലോമണിയായിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന ഒരു സന്യാസിനിക്ക്, വിസിറ്റേഷൻ സഭാംഗമായിരിക്കുന്ന ഒരു സന്യാസിനിക്ക് കർത്താവ് തൻ്റെ തിരുഹൃദയത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങൾ നൽകി തൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. സഭയിൽ, കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സഭ മുഴുവനിലും വളരെ ശക്തമായ വലിയ പ്രാർത്ഥനകൾ, സമർപ്പണം നടക്കുന്ന ഒരു ദിവസമാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാള്. നാളെ എല്ലാ കുടുംബങ്ങളിലും ഈ തിരുഹൃദയ പ്രതിഷ്ഠ സംഭവിക്കട്ടെ. പ്രഭാതത്തിൽ മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് ദേവാലയത്തിൽ പോയി പരിശുദ്ധ ബലി അർപ്പിച്ച്, ആദ്യ വെള്ളിയാഴ്ചയാണ്, പരിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങേണ്ടവർ പ്രഭാതത്തിൽ നേരത്തെ തന്നെ ദേവാലയത്തിലെത്തി വൈദികരുടെ അടുക്കൽ പോയി തൻ്റെ കർത്താവിൻ്റെ പ്രതിനിധികളുടെ പാദാന്തികയെ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് വിശുദ്ധമായ ഒരു ഹൃദയത്തോടെ പരിശുദ്ധ ബലി അർപ്പിച്ച് ഹൃദയമാകുന്ന സക്രാരിയിലേക്ക് ഈശോയെ സ്വീകരിച്ച് പരിശുദ്ധ ബലി അർപ്പിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ചെന്ന് തിരുഹൃദയ പ്രതിഷ്ഠ നടത്താം. നമ്മുടെ കുടുംബങ്ങളെ വെഞ്ചരിച്ച് ആശീർവദിച്ച് നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഈശോയുടെ തിരുഹൃദയം എല്ലാവരാലും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യട്ടെ. കാരണം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ഒരു കാലത്തും നശിച്ചു പോകുകയില്ല. തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി തൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നവർക്ക് കർത്താവ് നൽകിയ ഒന്നാമത്തെ വാഗ്ദാനം ഇതാണ്: ജീവിതാവസ്ഥയിൽ അവരുടെ വരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഏത് ജീവിതാവസ്ഥയിൽ വിളിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ വരപ്രസാദം നഷ്ടമാകാൻ ഞാൻ സമ്മതിക്കില്ല. അതാ ഒന്നാമത്തെ വാഗ്ദാനം. ഈശോ തിരുഹൃദയ ഭക്തർക്ക് നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം ഇതാ. എൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സഭയുടെ ശുശ്രൂഷകൾ ഏതെല്ലാം എൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നുവോ അവരുടെ വരപ്രസാദം ആ സ്ഥാപനത്തിൻ്റെ മേലുള്ള, ആ ഭവനത്തിൻ്റെ മേലുള്ള, ആ കൃഷിയിടങ്ങളുടെ മേലുള്ള വരപ്രസാദം ഞാൻ ഒരിക്കലും എടുത്തു മാറ്റുകയില്ല.
അതുകൊണ്ടാണ് പൂർവികരായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ഭവനങ്ങളിൽ തിരുഹൃദയ രൂപം സ്ഥാപിക്കുന്നത്, അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുന്നതും, സായാഹ്നത്തിലെ പ്രാർത്ഥനകൾ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിൻ്റെ വരപ്രസാദ അവസ്ഥ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് പറയുന്നത്, കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാകാതിരിക്കില്ല. രണ്ടാമത്തെ വാഗ്ദാനമാണ് ഈശോയുടേത്. കാരണം തിരുഹൃദയ ഭക്തിയുള്ള കുടുംബത്തിൽ സമാധാനമുണ്ടാകും. എപ്പോഴെല്ലാം കുടുംബത്തിൽ നിന്ന് ഈ തിരുഹൃദയ ഭക്തി നഷ്ടമാകുന്നുവോ, സന്ധ്യാപ്രാർത്ഥനകൾ ഇല്ലാതാകുന്നുവോ, ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും. ഒരു വ്യക്തി ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ ജീവിതം നയിക്കാതെ വരുമ്പോൾ ആ ഹൃദയം ദുഷിച്ചതായി മാറും. നമ്മൾ കാണുന്നുണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതായി മാറും. ശോചനീയമായ വിധം അത് ദുഷിച്ചതാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കും, ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യും. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പം കർത്താവ് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ നോൽക്കുന്നത് അതെ അവൻ്റെ ഹൃദയത്തിലേക്കാണ്, അവൻ്റെ മനസ്സിനെയാണ് കർത്താവ് പരിശോധിക്കുന്നത്. കാരണം ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളോ അലങ്കാരങ്ങളോ ആഭരണങ്ങളോ സ്വത്തോ സമ്പത്തോ അധികാരങ്ങളോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് ഒരുവന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഒരുവന്റെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. ഒരുവന്റെ ഹൃദയത്തെയാണ് അവിടുന്ന് പരീക്ഷിക്കുന്നതും മനസ്സിനെയാണ് അവിടുന്ന് പരിശോധിക്കുകയും ചെയ്യുക. അപ്പൊ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ സഭയിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും ലോകം മുഴുവനെയും ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഈ രാത്രിയിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഒരു ഹൃദയ പരിശോധന, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വരപ്രസാദ അവസ്ഥ ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ആത്മീയ മന്ദതയിൽ പ്രത്യേകിച്ചും ഒരാശ്വാസമില്ലാതെ മനസ്സ് തകർന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് പരിശോധിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അവിടെ നിന്നൊന്ന് പരിശോധിക്കണമേ, എൻ്റെ മനസ്സിനെ ഒന്ന് പരീക്ഷിച്ചറിയണമേ. അതിൽ ദുഷിച്ചതായിട്ടുള്ളതും കാപട്യമുള്ളതിനുമൊക്കെ കഴുകി ശുദ്ധമാക്കുവാൻ ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് ഈ രാത്രിയിൽ ആത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവസ്നേഹം നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഭവനങ്ങളൊക്കെ അലങ്കരിച്ചും ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കിയും നമ്മുടെ ഭവനങ്ങളിലൊക്കെ പ്രത്യേക തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രത്യേകമായിട്ട് നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിന് വലിയ മഹത്വം നൽകാം. കുടുംബവും ഭവനവും അതിൻ്റെ പരിസരങ്ങളും സ്ഥാപനങ്ങളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതാണ്. പ്രത്യേക വെഞ്ചരിപ്പ് പ്രാർത്ഥനകൾ നാളെ പല സന്യാസ ഭവനങ്ങളിൽ, പ്രത്യേകിച്ചും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും സന്യാസ ഭവനങ്ങളിലും സന്യാസിനികളുമൊക്കെ അവരുടെ വ്രത അനുഷ്ഠാനത്തിൻ്റെ പ്രതിജ്ഞ പുതുക്കുന്നതും നവീകരിക്കുന്നതുമായ ദിവസങ്ങൾ അവരെല്ലാം പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. കാരണം വലിയൊരു തിരുനാളാണ് നാളെ നമ്മൾ ആചരിക്കുക. അത് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന, മനസ്സിനെ പരീക്ഷിച്ചറിയുന്ന ഒരു ദിവസം കൂടി ആകുവാൻ ഒരിക്കൽ കൂടി ഒരു റിന്യൂവൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ചറിയാൻ, പരീക്ഷിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, ദുഷിച്ചതായ കാപട്യമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിശുദ്ധീകരിക്കാൻ ദൈവവചനം പഠിപ്പിക്കുന്ന പോലെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഈ അധരം സംസാരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം ഏറ്റവും പരിശുദ്ധമായി തീരണം. വിശുദ്ധ ഫൗസ്റ്റീനായോട് കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ നിന്റെ ഹൃദയം ഞാൻ എൻ്റെ സക്രാരിയായി കാസൂക്ഷിക്കുക.
ഒരു പരിശുദ്ധ കുർബാന കഴിഞ്ഞ് അടുത്ത പരിശുദ്ധ കുർബാന വരെയുള്ള സമയം ഞാൻ നിന്റെ ഹൃദയമാകുന്ന സക്രാരിയിൽ വസിക്കുകയാണ്. നീ വിശ്വാസത്തോടെ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ മാംസ രക്ത ആണ് നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് വസിക്കുന്നത്. നിന്റെ ഹൃദയമാകുന്ന സക്രാരിയിൽ ഞാൻ വസിക്കുക. അതേറ്റവും മനോഹരമായിരിക്കണം. ഈ തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാനും പരീക്ഷിച്ചറിയാനും വിശുദ്ധീകരിക്കാനുമായിട്ടുള്ള ഒരു വലിയൊരു അവസരമായി നമുക്ക് ഈ തിരുഹൃദയ തിരുനാൾ ആചരിക്കാം. നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് നല്ല ഒരു അനുതാപത്തിൻ്റെ, ഒരാത്മീയമായിട്ടുള്ള പരിശോധനയുടെ, ഒരാത്മപരിശോധനയുടെ നിമിഷങ്ങളായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കാഴ്ചവെക്കാം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിലെ നിവാസികൾ, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. കാരണം ഭൂമിയിലെ നിവാസികൾ നിമിത്തം, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അശുദ്ധി, നമ്മുടെ പാപാവസ്ഥകള് അത് ഭൂമിയുടെ മേലും ശാപം കൊണ്ടുവരിക. അതുകൊണ്ടാണ് കായനോട് പറഞ്ഞത്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആദിമാതാപിതാക്കളോടെല്ലാം പറയുന്നതാണ്, നീ ചെയ്ത തെറ്റുമൂലം മണ്ണ് ശപിക്കപ്പെട്ടിരിക്കും. കൃഷിയിടങ്ങൾ ശപിക്കപ്പെടും, നീ വസിക്കുന്ന സ്ഥലങ്ങൾ ശപിക്കപ്പെടും, അത് ശാപഗ്രസ്തമായി തീരും, അത് ദഹിച്ചു തീരാനും വലിയ തകർച്ചയുടെയും കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ആത്മനാശം മാത്രമല്ല, ഈ നാടിൻ്റെ കൃഷിയിടങ്ങളുടെ, ഭൂമിയുടെ എല്ലാം നാശമായി തീരുക. അതുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ, ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായിത്തീരാൻ, അതല്ല എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്നവരായിത്തീരുക. വൈദികരോട് പറയുകയാണ്, വൈദികർ ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ വൈദികരായിത്തീരണം. സന്യസ്തരോട് പറയുക, നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്ന സന്യസ്തരായിത്തീരണം, സമർപ്പിതരായി ജീവിക്കണം. കുടുംബജീവിതത്തിലായിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്ന കുടുംബമായിരിക്കണം. കുട്ടികളോടും യുവാക്കളോടും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോട് ഇണങ്ങിയവരായി മാറണം. കാരണം എന്താ? ആ ഹൃദയം എപ്പോഴും നമുക്കായി തുടിക്കുന്നൊരു ഹൃദയം. നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ, എബ്രാഹിം നീ എൻ്റെ പൊന്നോമന പുത്രൻ, നിന്നോടുള്ള എൻ്റെ സ്നേഹം എത്ര അചഞ്ചലമാത്, അതൊരിക്കലും മാറ്റമില്ലാത്തൊരു സ്നേഹമാണ്. കാരണം അത്രയും ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിക്കുന്നു. അതെവിടുന്ന? ഹൃദയത്തിൻ്റെ വലിയ നിറവിൽ നിന്ന്. കാരണം പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന് ഒരു അതിരുകളില്ല. പ്രത്യേകിച്ചും മനുഷ്യൻ അതിർത്തികൾ കെട്ടും, മതിലുകൾ പണിയും, പല അതിർത്തി കല്ലുകൾ സ്ഥാപിക്കും. പക്ഷെ ഈശോയുടെ ഹൃദയത്തിന് ഒരു അതിരുകളില്ല. അതുകൊണ്ടല്ലേ പാടുന്നത്, അതിരുകളില്ലാത്ത സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹമെന്ന്. നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം ആ പാട്ടിൻ്റെ ഈരടികൾ. അതിരുകളില്ലാത്ത സ്നേഹം. നമ്മുടെ ഹൃദയത്തിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഈശോയുടെ സ്നേഹത്തിന്റെ വിശാലത തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാം. രോഗികൾക്കും മനസ്സ് തകർന്നവർക്കും ആശ്വാസം നഷ്ടപ്പെട്ടവർക്കും എല്ലാം സങ്കടങ്ങളിൽ വലിയൊരു ആശ്വാസമായിരിക്കും ഈ തിരുഹൃദയ ഭക്തി എന്നൊരു 3ാമത്തെ വാഗ്ദാനം പറയുക. സങ്കടത്തിൽ കഴിയുന്നവർക്ക്, വലിയ വേദനയിൽ കഴിയുന്നവർക്ക് എൻ്റെ തിരുഹൃദയത്തിന്റെ ഭക്തി വലിയൊരു ആശ്വാസമാണ്. കാരണം എന്തിനാണ് ഈ തിരുഹൃദയ ഭക്തി ആചരിക്കണമെന്ന് കർത്താവ് തൻ്റെ മക്കളോട് പറയുന്നത്? കാരണം എൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സഭകൾ, വ്യക്തികൾ എല്ലാം ഈ ആശ്വാസം അനുഭവിക്കും. ഈ അനന്തമായ സ്നേഹത്തിന്റെ ഒഴുക്ക് അവരിലേക്കുണ്ടാകും. ദൈവകരുണയുടെ ഡയറിയിൽ വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുക, എൻ്റെ ഹൃദയം അവർക്കായി തുടിക്കുന്ന കരുണയുടെ ഒരു ഹൃദയമാണ്. ആരനുതപിച്ചാലും, ആരും എൻ്റെ കരുണയിലേക്ക് വന്നാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ ജലപ്രവാഹം പോലെ, വലിയ അരുവി പോലെ ഈ തിരുഹൃദയത്തിൽ നിന്ന് സ്നേഹമൊഴുകും. അത് തിരുരക്തത്തിന്റെ, തിരുജലത്തിന്റെ അനന്തമായ ഒരു സാഗരത്തിൽ അവർ മുങ്ങുന്നത് പോലെയാണ്. ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഒക്കെ പ്രിയപ്പെട്ടവരെ ഈ ഡയറിയിൽ പറയുക. അതെന്താണ്? ഒരു ചെറു പാത്രം കൊണ്ട് വെള്ളം കോരി ഒഴുക്കുന്നത് പോലെയല്ല, അത് വലിയ അനന്തമായ സമുദ്രത്തിലേക്ക് ഒരു വ്യക്തി ചാടുന്നത് പോലെയാണ്.
അതൊരു പാത്രം വെള്ളമെടുത്ത് ശരീരത്തിൽ ഒഴിക്കുന്ന പോലെയല്ല, പൂർണ്ണമായിട്ടും ഒരു സമുദ്രജലത്തിലേക്ക് ഒരാൾ ആഴ്ന്നു പോകുന്ന പോലെയാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമൊക്കെ. അത്രമാത്രം വിശാലമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് ഈ സമയം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം. ഒരുപാട് പഴയ പാട്ടാണ്, എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച്. നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും വാത്സല്യമേറിയ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അനുഭവിച്ചറിയണം. സങ്കീർത്തകൻ 16-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 8-ാമത്തെ വചനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. കാരണം ഈശോയോട് വ്യക്തിപരമായ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന, ഈ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനെ പറയുക, ഓരോ സമയങ്ങളിലും പൂന്തോട്ടത്തിലായിരിക്കുമ്പോഴും, വാതിൽക്കാവൽക്കാരിയായ ജോലി ചെയ്യുമ്പോഴും, ഗേറ്റിനരികെ നിൽക്കുമ്പോഴും, മുറ്റത്തൂടെ ആയിരിക്കുമ്പോഴും, കിടപ്പുമുറിയിലായിരിക്കുമ്പോഴും, ദേവാലയത്തിലായിരിക്കുമ്പോഴും എല്ലാം നമ്മൾ ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുക. കർത്താവ് സംസാരിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച ഈ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനും കർത്താവ് ഒരുപാട് തവണ പ്രത്യക്ഷപ്പെടുകയാണ്. അതെല്ലാം ഡയറിയിൽ കുറിച്ചു വെച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയോട്, മാർഗരറ്റ് ഫോർജസ് എന്ന് പറയുന്ന സഹോദരിയോട് പറയുകയാണ്, എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ എഴുതി വെച്ചതെല്ലാം നീ കത്തിച്ചു കളയണം. കാരണം ഇതെനിക്ക് വ്യക്തിപരമായിട്ട് ദൈവം എനിക്ക് നൽകിയ സന്ദേശങ്ങളാണ്. അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, ഞാനത് സഭാധികാരികളെ അറിയിക്കും, എന്നിട്ട് അവരുടെ തീരുമാനം അനുസരിച്ച് പോകട്ടെ. ഈ വിശുദ്ധ സമ്മതിക്കുന്നില്ല, കാരണം ഞാൻ ഇതിലൂടെ ഒന്നും അറിയപ്പെടരുത്, എനിക്കിങ്ങനെയെല്ലാം ദൈവം വെളിപ്പെടുത്തിയെന്ന് അറിയപ്പെടരുത്. കാരണം അത്രമാത്രം കർത്താവിനുമായിട്ട് ഐക്യപ്പെട്ട ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം അത് ലോകം മുഴുവൻ അറിയപ്പെടണമെന്നായിരുന്നു. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തികളാണ് ഇന്ന് നിരാശയിൽ കഴിയുന്നത്. തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ അതുകൊണ്ട് പ്രതിഷ്ഠിക്കണം, വീണ്ടും വീണ്ടും നീ നിന്റെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം എന്ന് പറയുന്നത്. ഈശോയുടെ തിരുഹൃദയ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഈശോയുടെ ദിവ്യാത്മാവിനോട്, ഈശോയുടെ തിരുരക്തമേ, ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ വെള്ളമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇതിലൂടെ മാത്രമാണ് മനുഷ്യൻ രക്ഷയും ഈശോയെ ദൈവ സാന്നിധ്യവും അനുഭവിച്ചറിയാൻ പറ്റുന്നത്. വചനം പറയുകയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല.
എന്നിട്ട് പറയാണ്, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ പറയുന്നത്. എൻ്റെ ചിത്തം, എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരണം എന്താ? അമ്മ ദൈവത്തിൻ്റെ കൂടെയാ. നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, വലിയ അശാന്തിയുടെ, വലിയ അസമാധാനത്തിന്റെ സാഹചര്യങ്ങളാണ് ജീവിതത്തിലുണ്ടെങ്കിലും, ഹൃദയം എപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ഒരു ജ്വലിക്കുന്നൊരു ഹൃദയം. അതാണ് ഈ ശുശ്രൂഷയുടെ പേര് തന്നെയാണ്, എ പാഷനേറ്റ് ഹാർട്ട്. കർത്താവിനോട് ഒരു ഭയങ്കരമായ ഒരു വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു പാഷനേറ്റ്, ഒരു പ്രത്യേകമായ ഒരു സ്നേഹം, ഒരു അടങ്ങാത്ത ദാഹമുള്ള സ്നേഹം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഉണ്ടാകണം. അപ്പോഴാണ് ഈ ആനന്ദം ഉണ്ടാകുക. ആരാധനയും പ്രാർത്ഥനയും ആത്മീയതയും എല്ലാം ഒരു ലഹരിയായി മാറുക. അങ്ങനെയുള്ള ആത്മാക്കളെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അതായത് യഥാർത്ഥ ആരാധന നടത്തുന്നവർ, ആത്മാവിലും സത്യത്തിലും ആരാധന നടത്തുന്നവർ. ഇതല്ലേ പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം, അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവൻ, അവനാണ് എൻ്റെ മകനും മകളും ഒക്കെ. ഈ ഒരു ഇഷ്ടത്തിലേക്ക്, ആത്മീയതയിലേക്ക് വളരണം, അടുക്കണം. അതാണ് നീ പൂർണ്ണ ആത്മാവോടെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ കർത്താവ് പറയണം, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ആരാധിക്കണം, എന്നെ സ്നേഹിക്കണം, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായി തീരണം. അതാണ് പറഞ്ഞത്, ദാവീദിനോട് കർത്താവ് പ്രത്യേക അഭിലാഷം ഉണ്ടാകുന്നത്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ഞാൻ കണ്ടു. ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊന്തി വന്നു. വിശാലമായൊരു ഹൃദയം സോളമന് നൽകി. ദേവാലയം പണി കഴിച്ചവന് കടലോളം വലിയൊരു ഹൃദയം സോളമന് നൽകി എന്ന് പറയുമ്പോൾ കർത്താവ് അത്രയും അവനെ സംപ്രീതനാവുകയാണ്. അതാണ് പറഞ്ഞത്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. നമുക്ക് ഈ രാത്രിയിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ ഭക്തിയുടെ പാഷനേറ്റ് ഹാർട്ട്സ് എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ ഹൃദയം പരിശോധിച്ച് വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഹൃദയം ദുഷിച്ചതാണെന്ന്, വലിയ കാപട്യമുള്ളതാണെന്ന് കർത്താവ് കണ്ടെത്തുന്നുണ്ട്. കർത്താവ് നോക്കുന്നത് ഹൃദയത്തിലേക്ക്. ഒരു വ്യക്തിയുടെ ബാഹ്യമായ പ്രവൃത്തികളോ അവൻ്റെ അധരസ്തുതികളോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. കർത്താവ് പരിശോധിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പുറമേയുള്ള ആരും കാണാത്തത്. അതാണ് പല വിശുദ്ധരുടെ, പല കുടുംബങ്ങളിൽ സഹിക്കുന്നവരുടെ അനുഗ്രഹമായി പല സഹനങ്ങൾ, ചില നിന്ദാപമാനങ്ങൾ, ദൈവരാജ്യത്തെ പ്രതി ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളൊക്കെ അനുഗ്രഹമായി മാറാൻ കാരണം അവരുടെ ഹൃദയം തമ്പുരാന്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. അഴുകാത്ത ഹൃദയങ്ങൾ അനേകം വിശുദ്ധരുടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ് പറഞ്ഞത്, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ വ്യക്തിക്ക് കർത്താവ് വലിയൊരു പ്രതിഫലം കൊടുക്കുകയാണ്. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. കാരണം എന്താ? ഒരു വ്യക്തിയുടെ ശരീരം അതെത്ര അഴുകിയ അവസ്ഥയിലാണെങ്കിലും, ബാഹ്യ ശരീരത്തിൽ രോഗപീഠകൾ, വലിയ അനർത്ഥങ്ങൾ, പലതരത്തിലുള്ള അപകടങ്ങൾ, ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് വിരൂപമായിരിക്കുന്ന ഒരു അവസ്ഥയിലും പറയാണ്, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, കാരണം അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം അവിടുന്ന് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. കാരണം ഈ കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്, കർത്താവ് എല്ലാം അറിയുന്നു. അതല്ലേ ഈ സ്നേഹം പരിശോധിച്ചതുകൊണ്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുമ്പം കർത്താവിനോട് പത്രോസ് നൽകുന്ന മറുപടി ഇതല്ലേ, കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ, എൻ്റെ ഹൃദയത്തിലെ എല്ലാ ഭാവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെല്ലാം നീ അറിയുന്നുണ്ടല്ലോ. നിന്നെ തള്ളിപ്പറഞ്ഞത്, നിന്നിൽ നിന്ന് അകന്നുപോയത് എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. പക്ഷേ കർത്താവിന് ഒറ്റ കാര്യമുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ സ്നേഹിക്കുന്നവൻ എത്ര കുറവുകളുള്ളവനായിരുന്നെങ്കിലും, എത്ര പാപിയായിരുന്നെങ്കിലും, അതാണ് ദൈവകരുണയിലെ കർത്താവ് മുഴുവൻ പറയുന്നത്. അവൻ അനുതപിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ ജലപ്രവാഹം പോലെ എൻ്റെ കരുണ ഒഴുകും അവൻ്റെ ഹൃദയത്തിലേക്ക്. എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ചും സിറോ മലബാർ റീത്തിൽ സങ്കീർത്തന ഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്,
15-ാം സങ്കീർത്തനം. അതിനാണ് പറഞ്ഞത്, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ദൈവസന്നിധിയിൽ ആരാണ് ജീവിക്കാൻ പോകുന്നത്? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരാണ് വാസമുറപ്പിക്കാൻ പോകുന്നത്? നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ, നീതി മാത്രം പ്രവർത്തിക്കുന്നവൻ, ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടാരത്തിൽ ദൈവരാജ്യത്തിൽ വസിക്കാൻ പോകുന്നതിനെ കുറിച്ച് പരിശുദ്ധ കുർബാനയിൽ ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ്. ശുശ്രൂഷി പരിശുദ്ധ കുർബാനയുടെ മധ്യേ പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. അതായത് പ്രാർത്ഥന ഹൃദയം കൊണ്ടായിരിക്കണം. നിന്റെ ആരാധന ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണം, അധരങ്ങളിൽ നിന്നല്ല. അപ്പൊ ഈ പ്രാർത്ഥനകള്, ആരാധനകള് ഹൃദയത്തിൽ നിന്ന് ഉയരണമെങ്കിൽ ഈ ഹൃദയം നിഷ്കളങ്കമായി തീരണം. ഈ ഹൃദയത്തിൽ വലിയ കരുണയുണ്ടാകണം. ഇല്ലെങ്കിലാണ് അത് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. 17-ാമത്തെ സങ്കീർത്തനം ഈ 15, 16, 17 അധ്യായങ്ങളിലെല്ലാം കാണുന്നത് അതിൽ പറയുന്നത്, അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം, വിശുദ്ധ യേശുപിതാവിന്റെ നീതിയുള്ള നിർമ്മല ഹൃദയം, ഇതെല്ലാം പരിശോധിച്ചു നോക്കിയാൽ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മാവിന് ഇത്ര ധൈര്യത്തിൽ പറയണമെങ്കിൽ എന്താണ്, അവിടുന്ന് എന്നെ എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ എളുപ്പമുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം തുറന്ന് അനുതപിച്ച് എല്ലാ പാപാവസ്ഥകളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് തൻ്റെ മരണത്തിന് മുമ്പായിട്ട് ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. 1600 ആ കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധ മരിക്കുന്ന 90 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് വിശുദ്ധ മരിക്കുന്നത്. ഈ മരണത്തിന് മുമ്പ് ഈ വിശുദ്ധ പറയുകയാണ്, എനിക്കൊരു 40 ദിനരാത്രങ്ങൾ പൂർണ്ണമായിട്ട് എൻ്റെ സന്യാസ ഭവനത്തിൽ നിന്ന് മാറിയിരുന്ന് ഒരു 40 ഡേയ്സ് പ്രയർ, 40 ദിവസത്തെ പ്രാർത്ഥന നടത്തണം. കാരണം ഈ വിശുദ്ധ തൻ്റെ മരണം മുന്നിൽ കാണുകയാണ്. എന്നിട്ട് എന്താണ്, തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ പോലും ഏറ്റുപറഞ്ഞ് ആ നാളുകളിൽ കുമ്പസാരിച്ച് അനുതപിച്ച് ഈ വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധയുടെ ആത്മകഥയിൽ ഇതാ പറയുന്നത്. കാരണം എന്താണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അനുതപിച്ച് വിശുദ്ധീകരിക്കണം. കാരണം എന്താണ്, കർത്താവിൻ്റെ ആത്മാവിനെ വിളിക്കാൻ വരുന്ന സമയത്ത് അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. ആർക്കിത് പറയാൻ പറ്റും? അത് ദൈവത്തിൻ്റെ ഹൃദയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഹൃദയം പൂർണ്ണമായും കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നവർക്ക്. ലത്തീൻ ആരാധനക്രമത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് തൊട്ടുമുമ്പായിട്ട് പറയുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്, ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ദൈവജനം ഒന്നു ചേർന്ന് ഉറക്ക മറുപടിയായിട്ട് പറയുക, ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഹൃദയങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവിൻ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവിൻ, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നത് എന്താ? പ്രാർത്ഥന ഹൃദയം കൊണ്ടായി കഴിയുമ്പോൾ ഈ ഹൃദയത്തിൽ തിന്മയില്ലാത്തവൻ, ഹൃദയം ഉരച്ച് പരിശോധിച്ചു നോക്കിയാൽ അതിൽ അശുദ്ധിയില്ലാത്തവൻ പറയുകയാണ്. കാരണം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിലെ ചെയ്തികൾ എത്ര ദുഷിച്ചതായിരുന്നെങ്കിലും അവൻ അനുതപിച്ച് വിശുദ്ധീകരിക്കപ്പെടും. ആവർത്തിച്ച് കുമ്പസാരിച്ച് അനുതപിച്ച് പ്രിയപ്പെട്ടവരെ, ഹൃദയം ദൈവസന്നിധിയിൽ ഏറ്റവും പരിശോധിച്ച് മനസ്സിനെ പരീക്ഷിച്ചറിഞ്ഞ് വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിയിൽ തിരുഹൃദയത്തിന്റെ വലിയ ഭക്തിയിൽ വളരാൻ പറ്റും. ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയെ വചനം പറയുകയാണ്, തൻ്റെ വലത്തു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന കർത്താവിൻ്റെ രക്ഷ. അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കും അവിടുന്ന്. കർത്താവിൻ്റെ വലത്തു കൈയിൽ അഭയം തേടുന്നവൻ. അതുകൊണ്ട് കർത്താവിൻ്റെ പാതയിൽ തന്നെ പാദങ്ങൾ ഇടറാതെ നിൽക്കുന്നവൻ, അത് വഴുതി പോകാതിരിക്കുന്നവൻ എപ്പോഴും കർത്താവിന് ഹൃദയത്തിന് ഇണങ്ങിയവനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകും. അതാണ് ഈശോ പറഞ്ഞത്, 12 വാഗ്ദാനങ്ങളാണ് ഈ വിശുദ്ധയ്ക്ക് നൽകുന്നത്. ഒന്നാമത്തെ വാഗ്ദാനമാണ്, എൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രാർത്ഥനയിൽ ജീവിക്കുന്നവർ ജീവിതാവസ്ഥയിൽ എന്നും വരപ്രസാദം ഉണ്ടായിരിക്കും, അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. രണ്ടാമത്തെ വാഗ്ദാനം പറയുക,
അപ്പൊ അതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ വലിയ കൃപയ്ക്കുമേൽ കൃപ. വിശുദ്ധ പൗലോസ്ലീഹായും മറ്റു വിശുദ്ധരും ഒക്കെ അനുഭവിച്ചറിഞ്ഞത് ഈ ഹൃദയം കർത്താവിന് സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ. ഞാനിന്നൊരു ശ്രേഷ്ഠ വൈദികനെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്ക്, അതെനിക്കിതാ, എൻ്റെ ഹൃദയത്തിലേക്ക് താ. അപ്പൊ എനിക്ക് സമർപ്പിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ വലിയ സമാധാനമാണ് നിനക്കുണ്ടാകുന്നത്. ദൈവജനം പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം എൻ്റെ ഈ ചുമടുണ്ടല്ലോ, ഞാൻ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഭാരമുണ്ടല്ലോ, ഞാൻ ആ ഭാരം ഇങ്ങ് ഏറ്റെടുത്ത് കഴിയുമ്പം നിങ്ങൾ ആ ചുമട് എൻ്റെ കയ്യിലേക്ക് തന്നു കഴിയുമ്പോൾ അത് ഏറ്റവും എളുപ്പമുള്ളതായി തീരുക, ചുമട് വഹിക്കാൻ എളുപ്പമുള്ളതായി തീരുക. ഇപ്പൊ ഈ ഹൃദയത്തിന്റെ ഭാരം, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം, ദുഷിച്ച ഹൃദയത്തിന്റെ അവസ്ഥകൾ, കാപട്യം നിറഞ്ഞത്, അഹങ്കാരം നിറഞ്ഞത്, അസൂയ നിറഞ്ഞത്, വിദ്വേഷം നിറഞ്ഞത്, തിന്മ നനയ്ക്കുന്നതുമായ ഈ ഹൃദയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുക. കർത്താവിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്ന ഒരു വലിയൊരു മാറ്റം? ആ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകും. ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിറയേണ്ടത് ഇതാ. ആശുപത്രിയിൽ രോഗികളായിരിക്കുന്നവരൊക്കെ അവരുടെ രോഗാവസ്ഥ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. കാരണം അത് നമുക്കായി മുറിക്കപ്പെട്ട, നമുക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയമാണത്. ആ ഹൃദയത്തിലേക്ക് നമ്മുടെ വേദനകള്, രോഗങ്ങള്, ഭാരങ്ങള്, സഹനങ്ങള്, ഒറ്റപ്പെടലുകള് എല്ലാം സമർപ്പിക്കാം. കാരണം ഇവിടെയാണ് യഥാർത്ഥ ആശ്വാസം ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ സാധിക്കുക. അതാണ് പറഞ്ഞത്, ആരാണ് അവന്റെ കൂടാരത്തിൽ വസിക്കുക? ആരാണ് അവിടുത്തെ വിശുദ്ധഗിരിയിൽ വാസമുറപ്പിക്കുന്നത്? നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ, നീതി മാത്രം പ്രവർത്തിക്കുന്നവൻ, ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ. കാരണം അവൻ ഒരിക്കലും പരാജയപ്പെടില്ല, അവൻ നിർഭയനായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഭയമില്ലാതെ ആയിരിക്കും. കാരണം എന്താണ് പറഞ്ഞത്? നീ ശരീരത്തെ കൊല്ലുന്നവനെ അല്ല ഭയപ്പെടേണ്ടത്, ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുന്നവൻ, ആ തിന്മയെ, പാപത്തെയാണ് നീ ഭയപ്പെടേണ്ടത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള സഹനങ്ങളെയോ രോഗങ്ങളെയോ തകർച്ചകളെയോ സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളെയോ ഇതൊന്നുമല്ല നീ ഭയപ്പെടേണ്ടത്, നിന്റെ ആത്മാവിനെ നഷ്ടമാകുന്നതിനെ. അപ്പോൾ അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കാൻ ഈ തിരുനാള് നമുക്ക് ഒരു പാഷനേറ്റ് ഹാർട്ട്സ്, ഈശോയോട് ഒരു ഭയങ്കര പാഷനേറ്റ് ലവ്, അതുണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് ഒരിക്കൽ കൂടി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ആഴം ഒന്ന് കർത്താവ് ഈ ശുശ്രൂഷയെ നാളെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ജീവിതങ്ങളെ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ, ആഴിയുടെ ആഴങ്ങളിലേക്ക്, വലിയ അഗാധമായ ഈ സ്നേഹാഗ്നിയിലേക്ക്, ഈ സ്നേഹത്തിന്റെ കടലിലേക്ക് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും കൊടുത്തു ആ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തവും തിരുജലവും അതിരുകളില്ലാത്ത വലിയൊരു സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ അനേകം വ്യക്തികളെ ഈ രാത്രിയിൽ കർത്താവ് വലിയ പ്രേരണ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മളെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച്, മനസ്സിനെ ഒന്ന് പരീക്ഷിച്ചറിഞ്ഞ് ഒന്ന് വിശുദ്ധീകരിക്കാൻ, ഒരു നല്ല കുമ്പസാരം നടത്താൻ, നിത്യതയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ ഉള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.
ദൈവസ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയം എല്ലാവരാലും അറിയപ്പെടാനും ആരാധിക്കപ്പെടാനും പുകഴ്ത്തപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയം എല്ലാവരിലും അറിയപ്പെടാനും ആരാധിക്കപ്പെടാനും പുകഴ്ത്തപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. ഈശോയുടെ നാമത്തിൽ വലിയ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ, കുടുംബങ്ങൾ എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന 4ാമത്തെ വാഗ്ദാനമാണത്. ജീവിതത്തിൽ പ്രത്യേകിച്ച് മരണസമയത്ത് ഈ ആത്മാവിന് കർത്താവ് അഭയം നൽകും. ഇപ്പം നമ്മുടെ ആരാധനകൾ, പ്രാർത്ഥനകളെല്ലാം ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളാണ്. വ്യാകുലങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ആ വേദനകളുടെ, വ്യാകുലങ്ങളുടെ തിരുനാൾ വിമലഹൃദയത്തിന് സമർപ്പിച്ചുമ്പോൾ ജൂൺ 12 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയം, ദ ചാസ്റ്റ് ഹാർട്ട് ഓഫ് സെന്റ് ജോസഫ്. ഇപ്പം എല്ലാം തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകമായ ഓർമ്മകൾ ആചരിക്കുമ്പോൾ പറയുകയാണ്, ജീവിതത്തിൽ പ്രത്യേകിച്ച് മരണസമയത്ത് തിരുഹൃദയ ഭക്തിയുള്ള വ്യക്തികളുടെ ആത്മാക്കളെ കർത്താവ് അഭയം നൽകി സംരക്ഷിക്കും. ഈ തിരുഹൃദയ ഭക്തിയുള്ള കുടുംബങ്ങളെ 5ാമത്തെ വാഗ്ദാനം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കർത്താവ് നൽകിയാണ്. അവരുടെ എല്ലാ ഉദ്യമങ്ങളും അനുഗ്രഹിക്കപ്പെടും. എല്ലാ ഉദ്യമങ്ങളും അവർ ഏറ്റെടുക്കുന്ന ബിസിനസ്, അത് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്ന, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടുന്ന, പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനായിട്ട് സമർപ്പിക്കുന്ന എല്ലാ ഉദ്യമങ്ങളും അനുഗ്രഹിക്കപ്പെടുക. കാരണം എന്താ? അത് ഹൃദയത്തിൻ്റെ പൂർണ്ണതയിലാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബങ്ങളെ, ഒരു സ്ഥാപനത്തെ, ഇപ്പോൾ പ്രത്യേകിച്ചും പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ, കാരണം എന്താ? അവരുടെ ഈ വർഷത്തെ പഠനങ്ങളെല്ലാം ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നല്ല വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതുകൊണ്ടാണ് രാവിലെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നതിന് മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുവന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ നിർത്തി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു വിടുന്നത്. കാരണം എന്താ? ആ ദിവസം ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭവനത്തിന്റെ പ്രധാന സ്ഥലത്ത് ഈശോയുടെ തിരുഹൃദയം സ്ഥാപിക്കുന്നതും ഒക്കെ ഇതിനാണ്. ഉണ്ട് അവരുടെ ആ ദിവസങ്ങൾ, ആ ഒരു വർഷം അവർ ചെയ്യുന്ന ബിസിനസ്സുകൾ, ജോലി എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുക. 6ാമത്തെ കാര്യമാണ്, പാപികൾക്ക് അനന്തമായ ഒരു കൃപയുടെ സമൃദ്ധി അവർക്ക് ലഭിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് മടങ്ങി വരുന്ന ഈ ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നതുപോലെ വന്നു കഴിയുമ്പോൾ എന്താണ്? അനന്തമായ ഒരു കൃപാസമുദ്രം എന്ന് പറഞ്ഞാൽ, അതുവരെ ജീവിച്ചതിനേക്കാൾ, ധൂർത്തപുത്രൻ മുൻപ് പിതാവിന്റെ പക്കൽ ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ വാത്സല്യമാണ് അവൻ പാപത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം എന്താ? സ്വർഗത്തിന്റെ സന്തോഷം. മൂത്തപുത്രൻ വയലിൽ നിന്ന് വരുമ്പോൾ അകലെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് വലിയ സംഗീതത്തിന്റെ സ്വരം അവൻ കേൾക്കുകയാണ്. വലിയ ഒരു ആഘോഷം കാണുകയാണ്. കാരണം എന്താണ്? വലിയ കൃപാസമുദ്രം അന്ന് തൻ്റെ ഇളയ സഹോദരനിലേക്ക് ഒഴുകിയൊരു ദിവസമാണെന്ന് അവൻ അറിയാതെയാണ് വരുന്നത്. കാരണം മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന ഒരു പാപിക്ക് ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയവനായി മാറാൻ തീരുമാനമെടുക്കുമ്പോൾ വലിയൊരു കൃപാസമുദ്രം അവിടെ അവൻ്റെ മേൽ ഉണ്ടാകുന്നു എന്നാണ് ഈശോയുടെ തിരുഹൃദയം നൽകുന്ന വാഗ്ദാനം. ഹല്ലേലൂയ! എത്രമാത്രം ശക്തമാണ് ഈ തിരുഹൃദയ ഭക്തി എന്ന് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ. കാരണം ഇതിൻ്റെ 7ാമത്തെ വാഗ്ദാനം പറയാണ്, മന്ദഭക്തരെ തീഷ്ണത ഉള്ളവരാക്കിയത് മാറ്റും. മന്ദതയിലായിരിക്കുന്നവരെ,
അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നമ്മൾ പറഞ്ഞത് ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയണം. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അവൻ നമ്മളോട് കാണിക്കുന്നത്. മന്ദഭക്തരെ, നിരാശരായിരിക്കുന്നവരെ, ആത്മീയ മന്ദതയുള്ളവരെ അവിടുന്ന് കരം പിടിച്ചുയർത്തും. ഈ ദൈവകരുണയുടെ നൊവേനയിൽ കർത്താവ് പറയുന്നത് ഇതാണ്. അതിന്റെ 9ാമത്തെ ദിവസം, നൊവേനയുടെ സമാപന ദിവസം പറഞ്ഞെന്താണ്? മന്ദത ബാധിച്ച ആത്മാക്കളെ നിന്റെ കരുണയിൽ സമർപ്പിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറയാണ്, ഈ 9 ദിവസവും 9 ഗണങ്ങളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. അതിൻ്റെ 9ാമത്തെ ദിവസമാണ് മന്ദതയിൽ നിബന്ധിച്ചിരിക്കുന്ന ആത്മാക്കളെ സമർപ്പിക്കുക. അവരെ ഞാൻ തീഷ്ണതയുള്ളവരാക്കി മാറ്റും. ഇത് തന്നെയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് 1673 കർത്താവ് നൽകുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇത് പല വിശുദ്ധരിലൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഇത് കർത്താവ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ എല്ലാം ഇത് കർത്താവ് ഈ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. അപ്പം ഷെക്കിന TV-യിലൂടെ എല്ലാം, ഈ ചാനലിലൂടെ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ, ദേവാലയങ്ങളിലൂടെ, നമ്മളിന്ന് പലതരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം ഈ സന്ദേശം കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എന്താണെന്നറിയോ? ആത്മാക്കളുടെ രക്ഷ, ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും ലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവ് ഇന്നും സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. ഈ ഷെക്കിന ചാനലിന്, ഗുഡ്നസ് ചാനലിന്, ഷാലോൺ TV-ക്ക്, അതുപോലെ വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ദൈവവചനം പ്രസംഗിക്കുന്ന വൈദികരെ, ആത്മായ സഹോദരങ്ങളെ, ശുശ്രൂഷകളെ ഓർത്തെല്ലാം ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിലേക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനാ? ആത്മാക്കളുടെ രക്ഷയെ കരുതിക്കൊണ്ട്. അത് ദൈവത്തിന് തന്നെ പദ്ധതിയാത്. ഹല്ലേലൂയ. ദൈവത്തിന് തന്നെ സ്നേഹമാണത്. കാരണം എന്താ? മന്ദത ബാധിച്ചിരിക്കുന്ന, നിരാശയിലായിരിക്കുന്നവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരിക. 8ാമത്തെ വാഗ്ദാനമാണ്, തീഷ്ണതയുള്ളവരെ അവൻ പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയുള്ള ഒരാത്മാവിനെ, പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിനെ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ആത്മാവിനെ, ഈ ഭക്തിയിൽ എന്നും ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുണ്യത്തിൽ അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ പടി കൂടി പ്രമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും ആത്മീയ ജീവിതത്തിൽ. ആത്മീയ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ പ്രമോഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഭൗതിക തലത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് ഓരോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, വലിയ പെർഫോമൻസ് നടത്തി കഴിയുമ്പോൾ കമ്പനികളിലൊക്കെ ഉണ്ടാകുന്നില്ലേ, ആ വ്യക്തികൾക്ക് പ്രമോഷൻ കൊടുക്കുന്നപോലെ പുണ്യത്തിൽ ഒരു പുണ്യത്തിൽ നിന്ന് അടുത്ത പുണ്യത്തിലേക്ക് ആ വ്യക്തി പ്രവേശിച്ചുകൊണ്ടിരിക്കും. അത് തിരുഹൃദയ ഭക്തിയുള്ളവർക്ക്, ഈശോയുടെ ഹൃദയത്തിന്. അതുകൊണ്ട് നമ്മൾ അതിനെ കർത്താവ് അല്ലെങ്കിൽ പറഞ്ഞത് പാർഷ്യാലിറ്റി കാണിക്കുന്നു. ഒരുവനെ പ്രത്യേകം കർത്താവ് ഉയർത്തുന്നു, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ദൈവം അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അവൻ്റെ വസ്തുവകളെ അനുഗ്രഹിക്കുന്നു, അവൻ്റെ കന്നുകാലികളെ അനുഗ്രഹിക്കുന്നു, അവൻ്റെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ സാമ്പത്തിക മേഖല ഉയരുന്നു എന്ന് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കർത്താവിനോട് ഭക്തിയുള്ളവൻ, അതാണ് അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും പൂർവ്വപിതാവായ ജോസഫിനും എല്ലാം കർത്താവ് എല്ലാം ഇരട്ടിയായിട്ട് നൽകുക. ആടുമാടുകളെയും കന്നുകാലികളെയും ധാരാളം മക്കളെയും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കുന്ന എന്താ? ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് കുടുംബത്തിന് അനുഗ്രഹം കൊടുക്കുന്നു. അതാണ് 9ാമത്തെ വാഗ്ദാനം. അതായത് എൻ്റെ തിരുഹൃദയ ഭക്തിയുള്ള, ആ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന, ആ പ്രതിമ പരസ്യമായി സ്ഥാപിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ഈ തിരുഹൃദയ മാസത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദൈവസന്നിധിയിൽ പോയി അപേക്ഷിക്കേണ്ടതും. പക്ഷെ ഒറ്റ കാര്യമുണ്ട് ഇതിനകത്ത്, ഒരു വിശുദ്ധീകരണം സംഭവിക്കണം. ഹൃദയത്തിന്റെ പരിശോധന വളരെ ആവശ്യമാണ്. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ, കാപട്യമുള്ളതാണെങ്കിൽ ഇവിടെ ഒന്നും ഈ കൃപയൊഴുകില്ല. കൃപയുടെ നീർച്ചാലുകൾ എന്നിലേക്കും നിങ്ങളിലേക്കും എല്ലാം ഒഴുകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ വിശുദ്ധീകരണം സംഭവിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ നമ്മളിലേക്ക് ഒഴുകേണ്ടിരുന്ന പാപം, നീതി, ന്യായവിധി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ബോധ്യങ്ങളുണ്ടാകണം. നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാകണം. കാരണം ഈ തിരുഹൃദയ ഭക്തി വൈദികരോട് കർത്താവ് പ്രഘോഷിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? കഠിന ഹൃദയങ്ങളെ ഇളക്കുവാനുള്ള കൃപ ഈ തിരുഹൃദയത്തിന്റെ ഭക്തി ഒരു വൈദികൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ,
അതിന്റെ 10ാമത്തെ വാഗ്ദാനമാണ് വൈദികർക്ക് പ്രത്യേകം കൃപ കൊടുക്കുകയാണ് ഈ അതാണ് നമുക്കറിയാം. ഒരു വൈദികനായിരുന്ന കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ തിരുഹൃദയ പ്രേക്ഷിതനാ. അപ്പൊ എന്താണ്, ഈ കഠിന ഹൃദയങ്ങളെ പോലും മാനസാന്തരപ്പെടുത്താൻ, ഇളക്കാൻ കുടുംബ പ്രേക്ഷിതത്വം അദ്ദേഹം ആരംഭിക്കുന്നു. നാളെ ഹോളി ഫാമിലിയുടെ സന്യാസഭയുടെ സ്ഥാപകയായ വിശുദ്ധയായ മറിയം ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ. അതെന്താണ്, കുടുംബ പ്രേക്ഷിതത്വമാണ്. കുടുംബങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുക. ചാവറ പിതാവ് ചെയ്തത്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഈ കുടുംബ സന്ദർശനങ്ങള്? വൈദികരെന്ന് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന എന്താ? ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുക കുടുംബങ്ങളെ. എല്ലാ വർഷത്തിലും കുടുംബങ്ങളിൽ വൈദികരെ കൊണ്ടുവന്ന് വീട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന എന്താ? ആ കുടുംബങ്ങളിലുള്ള അന്ധകാരം മാറുക. ആ സ്ഥാപനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ, അത് വെഞ്ചരിച്ച് വിശുദ്ധ ജലം തളിക്കുമ്പോൾ അവിടെയുള്ള അന്ധകാരം മാറുക എന്ന് പറഞ്ഞാൽ എന്നതുപോലെ തന്നെയാണ് ഒരു വ്യക്തി, പാപാവസ്ഥയിലിരിക്കുന്ന വ്യക്തിയെ വൈദികൻ ആ വ്യക്തിയോട് തിരുഹൃദയത്തിന്റെ ഭക്തിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കഠിന ഹൃദയം ഇളകുവാൻ കർത്താവ് പ്രത്യേക കൃപ നൽകും വൈദികർക്ക്. എന്താ വിശുദ്ധരൊക്കെ അത് ഏറ്റെടുത്തത്? നമ്മൾ 2 ദിവസം മുമ്പ് ഫ്രാൻസി പോളിലൂടെ കേട്ടു. കാരണം തിരുഹൃദയ ഭക്തരായ അനേകം വിശുദ്ധരെ കുറിച്ചാണ് സിസ്റ്റർ എന്ന് പറഞ്ഞത് ഈ ശുശ്രൂഷയിൽ. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ കേട്ടു നോക്കണം. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധർ ചെയ്തത്. കാരണം അത് പ്രചരിപ്പിക്കും തോറും അനേകം പാപികളുടെ മാനസാന്തരം ഈ ലോകത്തിൽ സംഭവിക്കുകയാണ്. ഇന്നും ശുശ്രൂഷയിലായിരിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയവരാക്കി മാറ്റുക. അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഒക്കെ നമുക്ക് വേണം, അധികാരങ്ങളൊക്കെ വേണം. പക്ഷേ ഈ ദൈവരാജ്യത്തിന്റെ അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുഗ്രഹങ്ങളുടെ പിന്നാലെ മാത്രമല്ല ഓടേണ്ടത്, ആത്മാവ് എപ്പോഴും ക്ഷേമത്തിലായിരിക്കുന്നുവെന്ന് ഒരുവൻ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാണ്. അന്തരാത്രിയിൽ എന്നെ പരിശോധിച്ചാലും, സങ്കീർത്തനം പറഞ്ഞില്ലേ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തില്ല. രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിക്കില്ല. അങ്ങനെ ഇത് കഴിയണമെങ്കിൽ ഹൃദയം കർത്താവിന്റെ പക്കൽ ഉറപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. എന്നിട്ട് 11ാമത്തെ വാഗ്ദാനം പറയാണ്, ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം ഈശോയുടെ ഹൃദയത്തിൽ മുദ്രണം ചെയ്യും. തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ നാളെയൊക്കെ കണ്ടുമുട്ടുന്നവരോട്, അല്ലെങ്കിൽ ഈ ഒരു ജൂൺ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിച്ച ഈ മാസം, ഈ ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുക, ഒരു വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കുക. അതാണ് പറഞ്ഞത്, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം തന്നെ എന്താ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ എൻ്റെ കരുണയുടെ ലക്ഷ്യം. അപ്പൊ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുകയാണ് അവിടെ. ദൈവത്തിന്റെ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് വരുന്നൊരു വ്യക്തി ആ സമയം തന്നെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് വരിക. അപ്പൊ എന്താണ്? അത് പ്രചരിപ്പിക്കുന്നവരുടെ നാമം ഈശോയുടെ ഹൃദയത്തിലാണ് അത് പേരെഴുതി വെക്കപ്പെടാൻ പോണത്. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു തിരുഹൃദയ ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നതാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ, അതല്ലേ യോഹന്നാൻ പറഞ്ഞത് ലേഖനത്തിൽ, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും സ്പർശിച്ചതുമായ കർത്താവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. കാരണം ഈ ഹൃദയത്തിന്റെ ആനന്ദം കണ്ടെത്തിയാൻ സാമുവേൽ പ്രവാചകന്റെ പഴയ നിയമത്തിലെ പുസ്തകത്തിലും ഈ ഹന്ന ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് ഏലി പുരോഹിതൻ മക്കളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പോലെ തന്നെയാണ് ഈ ഹന്നയും പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണ്? എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദമുണ്ടാകുന്നു. കാരണം എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ഹന്നയുടെ കീർത്തനം ഇതാണ്, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവാനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ, ദേവാലയത്തിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചവള് ഏലിയുടെ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അവൾ പറയുകയാണ്, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചവള്
ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, അവൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവാനുഗ്രഹം കിട്ടിയ വ്യക്തികള്, ദൈവത്തെ അറിഞ്ഞ വ്യക്തികള്, പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നതിനെന്നറിയോ? അതെല്ലാം കർത്താവിലേക്ക് ഉയർത്തി കൊടുക്കണം. ശിരസ് കർത്താവ്, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, സങ്കീർത്തനം 17. ദൈവവചനങ്ങളിൽ മുഴുവൻ കാണുന്നത് ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആനന്ദിക്കാനേ പറ്റുകയുള്ളൂ. ആ വ്യക്തിക്ക് പരാതികളില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളില്ലെന്നല്ല. പക്ഷേ അവിടെയെല്ലാം പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഈ കഷ്ടതയിൽ, സഹനത്തിൽ, നിരാശയിൽ, ഒറ്റപ്പെടലിൽ, രാത്രിയിലെ ജാഗരണങ്ങളിൽ, വിശപ്പിൽ, നഗ്നതയിൽ എല്ലാം ഞാൻ കർത്താവിനോട് കൂടി ആയിരിക്കുന്നു. അത് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതാണ് പറഞ്ഞത്, ഈ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനമുണ്ടാകണം. അതല്ലേ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ? സങ്കീർത്തനം തന്നെ അത്, 42-ാമത്തെ സങ്കീർത്തനം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. അപ്പൊ ഒരു വ്യക്തി തമ്പുരാനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയത്, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ നാഥ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ നാഥ. കാരണം ഇതാണ് ശരിക്കും നമ്മുടെ പ്രാർത്ഥന വേണ്ടത്, നിർമ്മലമായൊരു ഹൃദയം. ഈശോയുടെ ഈ തിരുഹൃദയ ഭക്തിയുടെ ഈ മാസത്തിൽ, ഈ ആരാധനയുടെ നാളുകളിൽ എല്ലാം ഉയരേണ്ടത് ഹൃദയത്തിൻ്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കുക. ഹൃദയം കർത്താവിന് വസിക്കാനുള്ള ഒരു വാസ സ്ഥലമായി കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇത് മൺപാത്രത്തിലാണ് ഈ ഹൃദയമൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു പരീക്ഷ, ചെറിയൊരു പൊട്ടല് മതി എല്ലാം തകർന്നു പോകാനായിട്ട്, ഉടഞ്ഞു പോകാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അഹങ്കരിക്കൊന്നും വേണ്ട, വളരെ ശ്രദ്ധയോടെ ജാഗരൂകതയോടെ ആയിരിക്കുക, ഈ ഹൃദയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ. കാരണം ഒരുപാട് പ്രലോഭനങ്ങൾ, അതാണ് പറഞ്ഞത്. നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന 24-ാം അധ്യായത്തിൽ കണ്ടത് ഇതാണ്, ഭൂമി അതിലെ നിവാസികളും ദുഷിച്ചു പോയിരിക്കുന്നു. ഭൂമി അതിലെ നിവാസികളും നിമിഷം ദുഷിച്ചു പോയി. കാരണം ഒരുപാട് തിന്മകൾ നിറഞ്ഞൊരു കാലഘട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്, നമ്മുടെ യുവതി യുവാക്കന്മാര്, നമ്മുടെ കുടുംബജീവിതങ്ങൾ, സമർപ്പിത സന്യാസ പൗരോഹിത്യ ജീവിതങ്ങൾ, ഈ ലോകം മുഴുവൻ കടന്നു പോകുന്നത് ഈ ഭൂമിയും അതിലെ നിവാസികളും ഏറെ ദുഷിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സാഹചര്യത്തിലാണ്. ഇപ്പം ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു നിർമ്മലമായ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ കൂടെ കൂടെ നാം അനുസ്മരിക്കണം. നമ്മെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുള്ള ഒരു ആത്മീയ പരിശീലനങ്ങളൊക്കെയാണ് ഇതിൻ്റെ 12-ാമത്തെ വാഗ്ദാനമായിട്ട് കർത്താവ് നൽകുന്നത്. എന്താണ്? മുടങ്ങാതെ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരുടെ മേൽ കർത്താവ് അനുദപിക്കാൻ കൃപ നൽകുന്നു. അന്ത്യകൂദാശകൾ സ്വീകരിക്കാതെ ഈ ആത്മാക്കൾ ഒരിക്കലും മരിക്കുകയില്ല. സുരക്ഷിതത്വം കർത്താവ് നൽകുന്നു. സ്നേഹത്തിൽ ജീവിക്കാനുള്ള കൃപ ഈ ആത്മാവിന് നൽകുന്നു. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഇതിന് അവസാനത്തെ വാഗ്ദാനമാണ്. ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണിത്.
ഒരു ആത്മീയ പരിശീലനമാണ് എന്താണ് 9 ആദ്യ വെള്ളിയാഴ്ചകൾ. നമ്മളതാണ് ഈ ആദ്യ വെള്ളിയാഴ്ച ആചരണത്തിലൊക്കെ വലിയ പ്രാധാന്യമുള്ളത്. 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ നിങ്ങളുടെ വീടിനെ, വ്യക്തി ജീവിതങ്ങളെ, എല്ലാ ശുശ്രൂഷകളെ, സ്ഥാപനങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് അനുദപിച്ച് വിശുദ്ധീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വലിയ കൃപകൾ പ്രത്യേകമായിട്ടുണ്ടാകും. അപ്പം അത് തിരികെ ഭക്തി വളരുക മാത്രമല്ല, സമർപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള നമ്മുടെ പ്രകടനമാണ്. അതായത് നമ്മളിൽ നിന്നുണ്ടാകേണ്ട ഒരു സഹനമാണ്, പരിത്യാഗമാണ്. പ്രാർത്ഥനയോടെ ഈ ആദ്യ വെള്ളിയാഴ്ച ആചരണത്തിൽ പങ്കെടുത്ത് അത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അപ്പം ദൈവം നൽകിയിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ്. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് ആരാധനയ്ക്കായിട്ടൊരുങ്ങുമ്പോൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെ, അവൻ്റെ ഹൃദയത്തിൻ്റെ നിറവിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയിൽ വലിയൊരു അഭിഷേകം, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പാടി ആരാധിച്ച് കർത്താവിനെ, ദിവ്യകാരുണ്യനാഥനെ നമ്മളെ സ്നേഹത്തോടെ സ്വീകരിച്ച് പരിശുദ്ധമായിട്ടുള്ള ഈ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അങ്ങിപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങിപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കായി ദിവ്യസക്രാരികളിൽ വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും
ദൂരസ്ഥലങ്ങളിലായിരിക്കുമ്പോഴും ഞങ്ങളെ എപ്പോഴും കാത്തുപരിപാലിക്കുന്ന ദിവ്യസക്രാരികളിൽ വസിച്ചുകൊണ്ട് ദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ജീവനുള്ള മനുഷ്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ അവിടെ എഴുന്നള്ളിയിരുന്ന് ഞങ്ങളുടെ സ്നേഹവും ആരാധനയും സ്വീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും ഹൃദയമാകുന്ന സക്രാരിയിൽ വസിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി സ്ക്രീനിലൂടെ ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയിലേക്ക് നോക്കാം. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി മാറി. അവിടുത്തെ നോക്കുന്നവർ ലജ്ജിതരാകുകയില്ല. കാരണം ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്ന, ദിവ്യകാരുണ്യത്തിലേക്ക് സൃഷ്ടി പതിപ്പിക്കുന്ന വ്യക്തികളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ, ആമേൻ. ഈ കഴിഞ്ഞ ദിവസം കർത്താവ് നൽകിയ വലിയൊരു അത്ഭുതമാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞിനോട്, അതിനെ കാഴ്ചയെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളോട് ഇങ്ങനെ പറഞ്ഞു, ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരുന്ന് കുഞ്ഞിനെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുക. പരിശുദ്ധ കുർബാനയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ മാതാപിതാക്കളും പ്രാർത്ഥിക്കുക. അവര് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആരാധനയിൽ, നിത്യാരാധന ചാപ്പലിൽ വന്നിരുന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് കുറേ സമയങ്ങൾ, മണിക്കൂറുകൾ ചെലവഴിച്ച് അതേതാനും ദിവസങ്ങൾ ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാരണം സംഭവിച്ചതാണ്, ആ കുഞ്ഞിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. കാഴ്ച മങ്ങിക്കൊണ്ടിരുന്ന കാഴ്ചകളിലേക്ക് ദൈവം പ്രകാശം നൽകി അനുഗ്രഹിച്ചു. കാരണം അവനത്തെ നോക്കിയവർ പ്രകാശിതരായിന്ന്. അവരൊരിക്കലും ലജ്ജിതരാകുകയില്ല. ഈ രാത്രിയില് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഹൃദയത്തിന്റെ മുറിവേൽക്കപ്പെട്ട ആ ഹൃദയഭാഗം തന്നെയാ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ. വിശ്വാസത്തിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ ആ ഹൃദയം നമുക്കായി തുടിക്കുകയാണ്. നിനക്കായി തുടിക്കുന്ന ഒരു ഹൃദയം. ആ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകള്, നമ്മുടെ രോഗങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന കുടുംബത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മകള്, മക്കൾ മൂലം, ജീവിത പങ്കാളി മൂലം, മാതാപിതാക്കൾ മൂലം, സഹോദരങ്ങള്, അയൽവാസികള്, ഒരുപക്ഷെ സഭയിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം കുടുംബത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന മേഖലകളെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. നിൻ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ സമൂഹത്തിൽ നിറഞ്ഞിടണം. നിൻ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ സമൂഹത്തിൽ നിറഞ്ഞിടണം. ഞങ്ങളിലാരും നിൻ നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീടയാക്കിടല്ലേ. പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളിലാരും നിൻ നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീടയാക്കിടല്ലേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലും. ഈ കുടുംബത്തിന്റെ, നമ്മുടെ കുടുംബങ്ങളെ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ
യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ, ഈ സമൂഹത്തെ എല്ലാം സമർപ്പിക്കാം. നേർവഴി വിട്ടുപോകുവാൻ അവിടുന്ന് അനുവദിക്കില്ല. ഒരു കാലത്ത് നശിക്കുവാൻ ഒരാത്മാവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഈശോ വിശുദ്ധിയിലൂടെ ഈ ലോകത്തിന് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം അനുസ്മരിക്കണം. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും എടുത്തു മാറ്റപ്പെടുന്നതല്ല. അത് യുഗാന്ത്യം വരെ നിലനിൽക്കുന്ന വാഗ്ദാനങ്ങളാണ്. കർത്താവ് സമയാസമയത്ത് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തുന്ന എല്ലാം ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളാണ്. അത് വിശ്വസിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട്, അതെന്നിലേക്ക് ഒരാത്മശക്തിയായി പെയ്തിറങ്ങുവാൻ, വലിയൊരു ആത്മാവിൻ്റെ ഒരു അഭിഷേകമായി മാറുവാൻ നമുക്ക് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ തിരുഹൃദയ തിരുനാള് ആഘോഷിക്കുമ്പോൾ, ഈ പാഷനേറ്റ് ഹാർട്ട്സ് എന്ന പ്രോഗ്രാമിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് ഈ ഒരു ആത്മശക്തി ഉണരണം. ഈശോയുടെ മാധുര്യമുള്ള ദിവ്യഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാൻ, അതുവഴിയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ സമാധാനം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ഒരുമിച്ച് പാടാൻ അറിയാവുന്നവരെല്ലാം പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും എല്ലാ അധരങ്ങളിലും സ്തുതി ഉയരട്ടെ. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദേശങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടണം. പ്രാർത്ഥിക്കാം. നിൻ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടണം. ഞങ്ങളിലാരും നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീടയാക്കിടല്ലേ. ഞങ്ങളിലാരും നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീടയാക്കിടല്ലേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ദിവ്യകാരുണ്യേശ്വരുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി വിശുദ്ധ മർഗരീത്തായോട് ഈശോ പറഞ്ഞ ഈ കാര്യം ഒരിക്കൽ കൂടി നമുക്ക് ഈ ആശീർവാദ സ്വീകരണത്തിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊന്ന് അനുസ്മരിക്കാം. മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം നീ കണ്ടാലും
നമുക്കറിയാം, തിരുഹൃദയ രൂപത്തിലേക്ക്, ആ പ്രതിമയിലേക്ക് നോക്കുമ്പോൾ ജ്വലിക്കുന്ന അഗ്നി നാളങ്ങൾ ഉയരുന്നൊരു ഹൃദയമാണ് നമ്മൾ കാണുന്നത്. കാരണം മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നൊരു ഹൃദയം, മുറിവുകളുള്ള മുൾക്കിരീടം ചാർത്തപ്പെട്ട അവൻ്റെ ഹൃദയം, മുറിവേൽക്കപ്പെട്ട കുത്തിത്തുളയ്ക്കപ്പെട്ട ആ ഹൃദയം, അത് മുഴുവൻ സ്നേഹമാണ്. അത് മുഴുവൻ തൻ്റെ മനുഷ്യ മക്കളെ കുറിച്ചുള്ള വലിയ ദാഹമാണ്. ഓരോ ആത്മാവിനെ പ്രതിയുള്ള ഒരാൾ പോലും നഷ്ടമാകരുന്നുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹമാ ആ തിരുഹൃദയത്തിൽ കാണുന്നത്. ഈശോ പറയുക, എന്നാൽ മനുഷ്യർ എന്നെ തുച്ഛമായി മാത്രം സ്നേഹിക്കുന്നു, വളരെ കുറച്ചു മാത്രമാ എന്നെ സ്നേഹിക്കുന്നത്. അവരുടെ കാര്യങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാ എന്നെ സ്നേഹിക്കുന്നത്. കർത്താവിന്റെ വേദനയാ പ്രിയപ്പെട്ടവരെ. അത് ആ വേദന ഈ രാത്രിയിൽ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തെ ആരാധിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഈശോയിലേക്ക് കൊടുക്കാം. ഭാരങ്ങൾ, രോഗങ്ങൾ, അത് ഈശോ പറയുക, ഞാനത് ഏറ്റെടുക്കാനല്ലേ വന്നത്, അത് നിങ്ങൾ എനിക്കതാ. ഈ രാത്രിയിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. നമ്മുടെ ആകുലതകള്, വേദനകള്, രോഗങ്ങള്, അസ്വസ്ഥതകള് എല്ലാം തമ്പുരാനിലേക്ക് കൊടുക്കുമ്പോൾ അത് വലിയ ചുമട്, ഭാരം കുറഞ്ഞതായി മാറും. എത്ര ക്ലേശങ്ങളാണെങ്കിലും അത് കർത്താവ് സഹിക്കാനുള്ള കൃപ തരും. ഈ രാത്രിയിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ തിരുഹൃദയ പ്രതിഷ്ഠ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും നാളെ തിരുഹൃദയ തിരുനാളാണ്. ഈ ജൂൺ മാസം മുഴുവനും എന്നും സന്ധ്യാപ്രാർത്ഥനയിൽ 365 ദിവസങ്ങളിലും നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും സഭയെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും സഭയിലുള്ളവരെയും ലോകം മുഴുവനുള്ളവരെയും ഇവിടുന്ന് അകന്നിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാധിക്കുന്നവരെല്ലാം മുട്ടിൽമേൽ നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ തിരുഹൃദയ ഭക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സഭ മുഴുവൻ നിറയാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോദൻ മാധുര്യ ഹൃദയമേ,
അങ്ങെൻ്റെ സ്നേഹമായിടേണമേ. ഈശോദൻ മാധുര്യ ഹൃദയമേ, അങ്ങെൻ്റെ സ്നേഹമായിടേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.